ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് ഒരു ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. അതും ഹൈദരാബാദ് ബിരിയാണി. പോണ വഴിക്ക് ഒരു പിസ്ത ഹൗസൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ ബിരിയാണി ഒരു ഏവറേജേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ഷതാബ് ഹോട്ടലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരെന്തായാലും ഹൈദരാബാദ് വരുമ്പോൾ പോകണം. മസ്റ്റ് ട്രൈ എന്ന് പറയില്ലേ, അതാണ് അവിടുത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഹൈദരാബാദ് സ്റ്റേഡിയം. ഞാൻ സ്പീഡിൽ കാണിച്ചെന്നുള്ളൂ, നിങ്ങൾക്ക് ബോറടിക്കും അല്ലെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. ആരും സ്കിപ്പ് ചെയ്യരുത്, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഷതാബ് ഹോട്ടൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ പഴയ ഹോട്ടലാണെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു വട്ടം പോയി അവിടുത്തെ ബിരിയാണിയും കബാബും കഴിച്ചു. മക്കളെ പറയാനില്ല, വേറെ ലെവല്. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് രാത്രിയായപ്പോൾ ഒരു പൂതി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് പോവാമെന്ന്. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ. ഈ ഒരു 10:30 ആയിട്ടുണ്ട്, എന്നിട്ട് ഇവിടുത്തെ ഷോപ്പുകളൊന്നും അടച്ചിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ലേറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ഷോപ്പൊക്കെ അടക്കുക. ആ നീല കളറിൽ കാണില്ലേ, അതാണ് നമ്മുടെ ഷതാബ് ഹോട്ടൽ. ഇവിടെയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്യേണ്ടി വരും, നമുക്കൊന്ന് ഇരിക്കാൻ സ്ഥലം കിട്ടണമെങ്കിലൊക്കെ. ഫുഡിനും അതെ നല്ല ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഓടിക്കയറി, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഓർഡർ ചെയ്തത് തംസപ്പും തന്തൂരി ചിക്കനും ഹൈദരാബാദ് ബിരിയാണിയാണ്. അത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നല്ല ചൂടും വെള്ളം കിട്ടാനൊക്കെ ഞങ്ങൾ വീണ്ടും കുറേ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ ഇത് വായിച്ച് എനിക്ക് വയ്യാണ്ടായി, ഞാൻ വേണ്ടാന്ന് വെച്ചു, അത്ര അധികം ഉണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്നു നമ്മുടെ തംസപ്പും തന്തൂരി ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. തന്തൂരി ചിക്കൻ പ്ലേറ്റിൽ ഇട്ട് തന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാലിയായി, അത്രയ്ക്കും ടേസ്റ്റ്, നമുക്ക് മതിയാവില്ല, വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ആ സവോളൊക്കെ ഇല്ലേ, പിന്നെ ഒരു പച്ച ചട്നി ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ മക്കളെ, വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഇവിടെ വന്ന് കഴിച്ചിരിക്കണം. മസ്റ്റ് ട്രൈ എന്ന് പറയാം. അത്രയും സോഫ്റ്റ് ചിക്കനൊക്കെയാണ്. ഞാൻ ഇതുവരെ കേരളത്തിൽ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി വന്നു, അതും ഇതുപോലെ തന്നെയാണ്. മസ്റ്റ് ഡ്രൈ ആൻഡ് സോഫ്റ്റ് ചിക്കൻ. അയ്യോ പറയാനുണ്ടോ, എനിക്കിപ്പോഴും വായയിൽ വെള്ളം വരും. കാരണം ഇനിയും ഞാൻ അവിടെ പോകും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ ഇത്രയും ബിരിയാണി ക്ലീനായിട്ട് അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ കുറച്ചുകൊണ്ട് കഴിക്കും, അത് മതിയാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനൊരു ഗ്രേവിയൊക്കെ തരും അവർ, അതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അയ്യോ, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുകാൻ നമ്മൾ വാഷ് ചെയ്യുന്നിടത്ത് പോകും. ഇവിടെ അതല്ല, ഒരു ബൗളിൽ ചൂടുവെള്ളം ഒരു നാരങ്ങ തരും, അത് പിഴിഞ്ഞ് നമ്മൾ കൈ കഴുകണം. അപ്പോൾ എല്ലാവരും എന്തായാലും വരണം. ലൊക്കേഷൻ വരുന്നത് ചാർമിനാറിൻ്റെ അടുത്തുള്ള മദീന കോർണറിലാണ്. അപ്പോൾ എല്ലാവരും ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും. ഹൈദരാബാദ് വരുന്നവർ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. നമ്പർ 1 ഹോട്ടലാണ്. ഇനി ഇതിനെക്കാട്ട് നല്ല ഹോട്ടൽ ഹൈദരാബാദ് വേറെ അറിയെങ്കിൽ പറയൂ, കമൻറ്റ് ചെയ്യൂ. ഞാൻ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം. ടാറ്റാ.